മൂഷികവാഹനമോദകഹസ്ത ചാമരകർണവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായകപാദനമസ്തേ. ഓം ഗം ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ശ്രീ വാൽമീകി മഹർഷേ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുതനാവിന്മേ നടഞ്ജനേ. കേണാങ്കനാനേതാകാനനേ ദിഗംബരം. വാരിജോൽപാമുഖ വാരിജവാസേ. ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. പാരിദേവതാവലി തോന്നണം കാലകാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. ഇന്ന് യുദ്ധകാന്ഡം കുംഭകർണവധമാണ് നമ്മൾ വായിക്കുന്നത്. സോദരനേവം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാസനം ചൊല്ലിനാൽ. ഞാനോ ഉപദേശം എനിക്ക് ചെയ്യുവാനില്ല. ഞാനെന്നുണർത്തി വരുത്തിയതാ സുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നേ അറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടവൾ ഉഗ്രനാ കുംഭകർണം നടന്നിടിനാൻ. വിഗ്രഹം കൈകൊണ്ട് യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോശമെന്നോർത്തവൻ. പ്രാകാരവും കടന്തുക്ക ശൈല ജാഗരമോടലറിക്കൊണ്ടതീ ദ്രുതം. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ളതന്നായുധമുള്ള ശൂലവും കൈകൊണ്ടു വാനര സേനയിൽ പൂക്കൂരു നേർത്തു. വാനര വീരരെല്ലാവരും ഓടിനാർ. കുംഭകർണം തന്മരു കണ്ടാകുലാ സംഭ്രമം കണ്ടു വിഭീഷണം തന്നോടു വമ്പുള്ള രാക്ഷസിനെ നിവൻ പറഞ്ഞു. ആകാംബരത്തോളം ഉയരമുണ്ടത്ഭുതം. യുദ്ധം രഘൂത്തമൻ ചോദിച്ചളവതിന് ഉത്തരമാശു വിഭീഷണം ചൊല്ലിനാൻ. രാവണസോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തൻ നിദ്രാവശനിമാൻ ആവതില്ലാർക്കുമേറ്റാ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. പ്രാതാവിഭീഷണൻ ഞാൻ ഭക്തിമാൻ പ്രീതി ഉണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഗനൊന്നും ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ.
ഖഡ്ഗവും കൈകൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയും എടുത്തുകൊണ്ടു ഞാൻ വീതനായി 4 മാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തൻ വിഭീഷണവാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പൂണന്നനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞതും തന്നെ നല്ലോ ഭവാനില്ലകിലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴി സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാന്തികേ എന്നതു കേട്ട അഭിവാദവും ചെയ്തിരിക്കുന്നതിനായ ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൽ രാമവാർഷം ഭാവചിന്താവിവേശനായ ശ്രീരാമൻ ഭീഷണം നൽകും ദശാന്തരേ. ഹസ്തപാദങ്ങളാൽ മർക്കിട വീരരെ ക്രൂതനായൊക്കെ മുടിച്ചു തുടങ്ങിനാൽ പേടിച്ചെടുത്തുകൂടാഞ്ഞ കവികളോ മൂടി തുടങ്ങിന നാനാധികന്ധരെ ഹസ്താന്തരെ പോലെ കവികളെ 10,100,000 കൊന്നാനുഷ്ഠനാൽ മർക്കിട രാജനത് കൊണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറി തടുത്താർ. കുത്തിനാൽ ശൂലമെടുത്തത് കൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ച് തർക്കജൻ. അപ്പോൾ അവനെയും മുക്കമെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവിനെയും കൊണ്ടു നത്തേജരേശ്വരൻ ചിലന്ന നേരത്തു നാരീജനൻ മഹത്പ്രസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലിങ്ങളും കളഫളും തൂകിനാരാലസ്യമാശു തീർന്നിടുമോവനാദരാൽ മർക്കരയാജനതേറ്റു മോഹം ഒടിഞ്ഞുൾക്കടാരക്ഷണ മുക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ട് മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നതീ ദ്രുതം. ക്രോധവുമേറ്റ ഭീമാനാഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷത്തിനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതീ സന്നിധനായെടുത്തതു സുമിത്രാനുജൻ. പർവ്വതത്തിന്മേൽ മഴ പെയ്യും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ 10,100,000 മാനിരന്മാരെയും വസ്ത്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. 10,100,000 വാനരന്മാരെയും വസ്ത്രത്തിൽ അടയ്ക്കടയ്ക്കവനുടൻ. കർണനാസാവിലത്തുടെ പുറപ്പെടം പിന്നെ വാരി വിഴുങ്ങുമോന്തതാ രക്ഷോവരന് വന്നേരം നിരൂപിച്ചു ലക്ഷ്മണം തന്നെ ഉപേക്ഷിച്ചു സത്തരം. രാഘവൻ തന്നോടെടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ ദക്ഷണേ ബാണമേതാശു കണ്ടിക്കുക. യുദ്ധാങ്കണേ വീണുവാനിരവൃന്തു നത്തഞ്ചരന്മാരും ഒട്ടു മരിച്ചതു. വാമഹസ്തേ മഹാജാലവും കൈകൊണ്ടു രാവണനോടേറ്റമെടുത്തു നിശാചനം. ഇന്ദ്രാശ്രമേതു കണ്ടിച്ചാനതു വീണുമിന്ദാരികൾ പലരും മരിച്ചിടിനാൽ ബദ്ധകോപത്തോൾ അലറിയെടുത്തതു നത്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർത്ഥചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ട് ഉത്തങ്കപാദങ്ങളും മുറിച്ചിടിനാൽ ഭക്തവുമേറ്റം പിളർന്നു വിഴങ്ങുവാ നത്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം. പത്രകൾ വാഴിയിൽ നിറച്ചു രഘൂത്തമൻ വൃതാരി ദൈവതമായി വിളങ്ങിടനോരസ്ത്രമേതു തമാങ്കെ കണ്ടിച്ചു വൃതാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാകമ്പുരധാരി വീണു മുറഞ്ഞബ്ദയിൽ വീണതു ദേഹവും അന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധരഗുഹ്യകായക്ഷഭുജംഗഗാപ്സോരബന്ധുവും കിന്നാരചരണകിം പുരുഷന്മാരും പന്നക താപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിയിടിനാൽ ചിത്പുരുഷൻ പുരുഷോത്തമദ്ദേഹം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോട് അവതരിച്ചിടിനാൻ. രാമം ദശരനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനൂതരം പൂർണ്ണചന്ദ്രാന്നം കാരണപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവൻ. രാമം ജഗദാഭിരാമ രാമാത്മരാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിന. സീതാപതി രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീപദേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മിൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ സുഖദുഃഖാദികളെല്ലാം അനുദിനം കൈകൊണ്ടുമായ മാനുഷ്യകാരനായി ശുക്തതത്വജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശ്വരനായി സത്യങ്ങളിലെ ജീവസ്വരൂപനായി സത്യപ്രദനായ ഗുണപ്രിയനായി സദാ വ്യക്തനായ സ്വസ്ഥനായ നിഷ്കളനായ നിരാകാരനായി ഇങ്ങനെ നിർഗുണനായ നിർഗാമാന്തവാക്യാട്ടം ചിത്കനാത്മാവായി ശിവനായ നിരീഹനായി ചക്ഷൂരുമേലനമലർത്തു സൃഷ്ടിയും ചക്ഷൂർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യവും പുരുഷപ്രവൃത്തികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മാനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നതിപ്പോഴും ചേതസീ താപസേന്ദ്രിയന്മാർ നിരാശയാം
തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം. ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവോലോകാധാരാം അദ്യം നമോ നമ. തത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ ത്വൽബോധമുണ്ടാകാൻ വരികയുമില്ലല്ലോ. തൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ അവനിക്ക് അവകാശമുണ്ടായതും. തിൽപുരുഷ പ്രഭോ നിൻ കൃപാ വൈഭവം എപ്പോഴും മുന്നിൽ വാഴ്ക ജഗദ്പദേ. കോപകാമദേശമസ്കാര കാർപണ്യ ലോഭ മോഹാദി ശത്രുക്കളുണ്ടാകിയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലാവശം. കൽക്കഥ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പി നിന്നെയും ധ്യാനിച്ചാരിതം. തൽപുജയും ചെയ്തു നാമങ്ങൾ ഉച്ചരി പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം. നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാവതെ പാതിയും പോയതു ഭുവാ രാമമെന്ന് നീ ബാധിച്ച കുംഭകർണം തന്നെ കൊൽകയാൽ ഓഗീന്ദ്രനായ സൗമിത്രേ നാളെ മേഘനിതാതനെ കൊല്ലും ആയോധനെ പിറന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. മാനരവിര ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സുചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈകൊണ്ടു വേഗേന പോയി മറിഞ്ഞിരുന്നാണന്നേരം. അതികായവതം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരിടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി കിരനായൊരു ദശഗ്രീവനെ തഥ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിസരസ്സു മുനിതനായൊരു അതികായ വീരനും വേദാന്തകനും നരാന്തകനും മുഹുരേവും മഹോദരനും മഹാപാർശനും മത്തമനും ഉത്തമനും ഒരുമിച്ചതീ ശക്തിയേറിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പിട്ട് ദുഷ്ടനാരാവണം തന്നോട് ചൊല്ലിനാൽ ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രൂപക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധനായി അയച്ചിടുക ഞങ്ങളെ ശത്രുക്കളായൊരു പിടയുണ്ടായവരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചെന്നാൻ ദശാനനം. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കണ്ടുപോയിക്കൊള്ളുമെല്ലാവരും. ആയുധവാഹന ഭൂഷണ ജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുൾ മഹാരഥന്മാരിവന്മാരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളാവു കൊടുത്തു കവിപ്രഭരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടാൻ സത്തരാം. എന്തോരു വിസ്മയം ചെല്ലാവതല്ലതും. കല്ലും മലയും മരങ്ങളും കൈകൊണ്ടു ചെല്ലുന്ന വീരോരുടേറ്റു നിശാചര കൊല്ലുന്നത് അശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തുകേഷണാന്തരെ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരനും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതാലൊലിക്കുന്നതും അന്തമില്ലാതെ ബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങിയ ബല രാക്ഷസരക്കെ മരിച്ചതു കണ്ട ധീരൂഷതയോടുമടുത്ത നരാന്തകൻ കുന്തഭൂമേന്തിത്തിര പുറമേറി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ മംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരികവുമായി വന്നു ദേവേന്ദ്രപുത്ര തന്നെയോടേറ്റതു. വാരണമേറി മഹോദരവീരനും ത്രിലേറിലേറി തിരുസരസ്വമണിഞ്ഞതു. മൂവരോടും പൊരുതിനായിടിനാൻ അങ്കദൻ. ദേവാദികളും പോഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നേരനും മണ്ടിൽ വന്നാശു തുണച്ചാരതു നേരനും. മാരുതി കൊന്നതു ദേവാന്തകനെയും വീരനാ നീലം മഹോദരൻ തന്നെയും. ശൂരനാകം ത്രിസരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതുവാൻ മഹാപാർശനം നേരം കൊന്നുകളഞ്ഞാർ ശിവൻ മഹാബലൻ. മൊത്തനുത്തമൻ മരിച്ചാർ കവി സത്മന്മാരോട് തീർത്തതീ സത്വരം. വിശേക വിന്നതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞാനാർത്ഥമൊത്തം ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണിലിയുമിട്ടു. നത്തഞ്ചര ശ്രേഷ്ഠപുത്രനെടുത്തപ്പോ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു. വാനരക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാൻ. സാമർത്ഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതൂ നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യുമുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റ മന്ദനായി സൗമിത്രി നിൽക്കുന്നതന്നേരം. മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാൻ സൗമിത്രിയോട് ചൊല്ലിടിനാൻ. പണ്ടു വിരഞ്ജൻ കൊടുത്തൊരു കഞ്ചുകാമുണ്ടതു കൊണ്ടിവനേൽക്കയില്ല ആയുധം.
ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാശ്രമേതവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തിനുത്തനായ ദശാനനം തന്നെയും കൊന്നു പാലിക്കും ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സുനരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻപത മുൾക്കാമ്പി നന്നായി ഉറച്ചു തൊന്തിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു. തൽക്ഷണേ കണ്ടം ഒരു ചാനതോ നേരം ഭൂമോ പതിച്ചോരധികായിക മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കബീകുലം. രാമാന്തികെ വെച്ചു കൈതൊഴി നീടിനാരാമയം പൂണ്ട് ശേഷിച്ച രക്ഷോഗണം. രാവനോടറിയിച്ചോരവസ്ഥകളാ വിധിയെന്നലറി ദശകണ്ഠരും. ഇന്ദ്രജിത്തിൻ്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടനാരൊറ്റ എന്തിനീ നല്ലതു ശങ്കരാദേവമേ. ഇത്തം വിലപിച്ച നേരത്തു ചിന്തൻ ഇന്ദ്രജിത്തു നമസ്കരിച്ചിടാനാഥനെ. ഖേദമുണ്ടാകരുതാതമേ മനസ്സേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്ത അത്തെല്ലാം തേർന്നേങ്ങിരുന്നേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധം ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനിയും പുടൻ നിന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്തന്നു കൊമ്പിട്ടു താതനെ തൻപോട് കടന്നു തുടങ്ങിന. ശംഭുപ്രസാദവും വരുത്തുവാനായി ചിതു ജമ്പാരി ചിത്തും കുമ്പലമുഖതും സമ്പാദജാലവും സമ്പാദ്യ സാധുരവും സംഭാവ്യ ഹോമമാരംഭിച്ചു തന്നേരം രക്തമാലംബര ഗന്ധാനോ വേലേപന യുദ്ധനായി തത്ര ഗുരുപദേശാനിതം. ഭക്തി പൂണ്ടുജ്ജലിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നത്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണാസുര മന്ത്രപുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനു പ്രസാദത്താൽ അതീതൃതം. ശസ്ത്രാർത്ഥചാപരാധികളോടും അർത്ഥാന്തവിദ്യയും ലംഘന നിരാകുരം. ഹോമാസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായി ശരൻ പോർക്കുളമ്പു കൊന്നൊരു കവികളും രാക്ഷസിലെ ചെറുത്താർത്തടുത്തിടിനാൽ മേഘജാലം വരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൽ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണമായ വാനരവീരനും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൽ വാരണവാജിപാദാതിരഥികളും നന്ദകന്ദൻ പുരിയിൽ ചെന്നു പോക്കവർ അന്തം വരുത്തുന്നു കണ്ടോരു രാവണനെ സന്താപമോട് വന്ദനം ചെയ്തു സന്തതം തോക്കിനാൻ ബ്രഹ്മാസ്ത്ര സംശയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം മിഷാപ്രഭരന്മാർ വീണു തുടങ്ങിനാൽ വമ്പരാമർക്കടന്മാരുടെ മേൽ 150 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരമ്പതു മൈന്തിലും 5 ഗജന്മേരും 90 ബാണം താളനും തറച്ചതേ അവണ്ണമറ്റു ഗന്ധമാതനം മെയിലും 20 50 ഏറ്റതു നേരിനും 30 മേലും ബാണങ്ങൾ ജാമ്പവാൻ മെയിലും 6 പനാസനും 7 വിനാഥ നീരാറ് സുവേഷനും 8 കുമോദനം 6 ബാണർഷവനും കേസരിക്കാറു 50 കൂടെ വന്നേറ്റതും 10 ശതബലി 9 ദ്രുമനും 10 മുരുട്ടും പ്രതാമിക്കുമെരുതും 10 പുനരി25 ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടുതത് മുഖൻ മെയ്യിനും 42 ഗവാശനുമേറ്റതും 3 ഗവൈനും 5 ശരഫനും 3 4 സുമൂകനും ദുർമുഖാനേറ്റി 24 സഞ്ചാരമായി 65 നാരനും ജ്യോതിർമുഖനും 68 പുനരാതാങ്കമോടെ തജ്ഞിപതേനും അങ്കതന്മിര 75 കൊണ്ട് തുങ്കനാഗ്രീവനേറ്റു ശരാസതം എത്താം കവികുലനായകമാർ 67 കോടിയും വെണതു പൂതലെ മർക്കിടാന്മാർ 21 വെള്ളവും മർക്കതനേനും വീണോരന്തരം ആവതില്ലേതുമിതന്നു നമുക്കുന്നു ദേവദേവന്മാരും അന്യോന്യമന്നരം വ്യാകുലം കൊണ്ടു പറഞ്ഞു നിൽക്കൂരുഷ രാഘവന്മാരെയുമേതു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീരു വ്രതാധരൻ ശോകവിഷ്ണുന നിശ്ചലമായതു ലോകവും ഗോണപാദീശജയത്തിനാൽ അഖണ്ഡലാരിയും ശംഖനാദവും ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കരുന്നിടിനാൽ ലേഖാസമൂഹവും വാഴ്കി ഗതാശയാൽ ഔഷധാഹരണ യാത്ര.
കൈകചിനന്ദനായ വിഭീഷണൻ, ഭാഗവതോത്തനായ പാർത്ഥാപരായണൻ, പോക്കുവന്മേലിലാപത്തു ഞാൻ അന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടാൻ, കൊള്ളിയും മിന്നിക്കിടക്കുന്നതു പ്രാണനുള്ളവരെന്നേ അറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനുമന്നരം. ആരിനെയുള്ളതൊരു സഹായത്തിനെന്നാരക വേണമെന്നോർത്തമെന്നതാ ശാഖാ മൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ശാഖാവതരില്ലെന്നൊരു നോക്കുവാൻ ഏകാകെ നടക്കുന്ന നേരം കണ്ടു. രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു, തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു. നിർമ്മലന്മാർ നടന്നിടാൻ പിന്നെയും പാദോജ സംഭവ നന്ദനം ജാമ്പവാൻ താതാൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു. കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചതാതരാൽ, നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ, നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? കണ്ണു മിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാത്മനോട് ചൊല്ലുക, സത്യം വിഭീഷണനായതോ ഞാനടോ. സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചതായി, ഈശ്വരാധീശ്വരൻ തന്നോട് ബോധം മറ്റുള്ള ഭവാനേറ്റമാകയാൽ മേഘതാനാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമരങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരിയണം ഇനിയടോ. ചോദിച്ചതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവ അങ്കാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സ്മരണമുത്രനെ മൂതിച്ചിതന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ല ഒക്കമേ മരിച്ചതിനൊക്കമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷം ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥ അസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തു വാങ്ങുന്നവരാരുമില്ല. നീ പോക വേണം നീ ഹിമവാനെയും കടന്നാകൂല മറ്റു കൈലാസ ശൈലത്തോളം. കൈലാസ സന്നദ്ധിയിലിങ്ങീർഷാഭാദ്രിമേലുണ്ടോ ദിവ്യ ഔഷധങ്ങൾ അറിയ നീ. 4 ദിവ്യ ഔഷധങ്ങൾ അവറ്റിനും 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുന്നിൽ വിശല്യകരണി എന്നെടോ വെമ്പു സന്ധാനകരണി, 3ാമത് നല്ല സുവർണകരണി, 4ാമത് ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖി. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാവ, 2നും മധ്യ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാദരാൽ വരിക മരുന്നുകളും കൊണ്ടു. മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിടാൻ. മെരുവിനോളം വളർന്നു പഞ്ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരഞ്ചമണ്ഡലവും ശങ്കരശൈലവും നിരേതരാധരാ നദിയുമളകാപുരം മേരുഗിരിയും ഋഷഭാമാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭിപരിപാലയം ദാനായേന മാർഗേണ മഹീമഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യത്യ സകലം പരസ്മൈ ശ്രീമന്നാരായണേ സമർപ്പയാമി. ഹരി ഓം. ഈ രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.